എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 36, 37 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടിയിട്ട് ഗരുഡൻ്റെ പുറത്ത് കയറി ഭൂമിയിലേക്ക് വരുമ്പോൾ ആ കാഴ്ചകൾ, പല ലോകങ്ങൾ, പല പ്രദേശങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, മരങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് വരണത്. അതൊക്കെ പ്രത്യേകം സത്യഭാമയ്ക്ക് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ശ്ലോകം നിർത്തിയത്, ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുത്തിട്ട്. ഇനിയും അതൊക്കെ തന്നെയാണ് തുടരണത്. നമുക്ക് ആദ്യം 36ാമത്തെ ശ്ലോകം നോക്കാം. ജംബൂമിമാം പശ്യ ഗജപ്രമാണൈ ഫലൈ സമാവർജിത തുംഗശാഖാം അമും കില ദ്വീപമഖണ്ഡമസ്യ നാംനൈവ സർവോ വിശിനഷ്ടിലോക. ആദ്യം പദച്ഛേദം പറയാം. ജംബൂം ഇമാം പശ്യ ഗജപ്രമാണൈ ഫലൈ സമാവർജിത തുംഗശാഖാം അമും കില ദ്വീപം അഖണ്ഡം അസ്യാഹ നാംനാ ഏവ സർവ വിശിനഷ്ടി ലോക. സത്യഭാമയും ശ്രീകൃഷ്ണനും കൂടിയിട്ട് മുകളിൽ നിന്ന് വരുമ്പോൾ, ആകാശമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ താഴത്ത് കാണുന്ന കാഴ്ചയൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരണ വഴിക്ക് വലിയൊരു ജംബൂമരം, ജംബൂ എന്ന് പറഞ്ഞാൽ ഞാവലാണ്, ഒരു ഞാവൽ മരത്തിനെ കാണുകയാണ്. അതിനെ പറ്റിയിട്ടാണ് പറയണത്. അതിൽ നിറയെ മൂത്തുപഴുത്ത കായകളാണ്. അത് കണ്ടാൽ എന്താണ്, എന്തിനെ പോലെയാ തോന്നുക എന്നൊക്കെയുള്ള അലങ്കാര പ്രയോഗങ്ങളോട് കൂടിയിട്ടാണ് കവി പറയണത്. ഗജപ്രമാണൈ ഫലൈ സമാവർജിത തുംഗശാഖാം ഇമാം ജംബൂം പശ്യ. ഇമാം ജംബൂം പശ്യ. ജംബൂ, ഈ കാണുന്ന ഞാവൽ വൃക്ഷത്തിനെ നോക്കൂ. സ്ത്രീലിംഗത്തിലാണ് ജംബൂം ഇമാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്, താഴെ ഭൂമിയിൽ നിൽക്കുന്ന വലിയൊരു ഞാവൽ വൃക്ഷത്തിനെ കാണുന്നില്ലേ നീ ഹേ സത്യഭാമേ? അതെങ്ങനെയുള്ളതാണ്? ഗജപ്രമാണൈഹി ഫലൈഹി സമാവർജിത തുംഗശാഖ. അങ്ങനെയാണ് ആ ജംബൂ വൃക്ഷം നിൽക്കുന്നത്. ഗജപ്രമാണം, ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയുടെ അത്ര വലിപ്പമുള്ളതായ ഗജപ്രമാണൈഹി ഫലൈഹി. അപ്പോൾ ഒറ്റപ്പഴമല്ല, ഒറ്റപ്പഴത്തിനൊരിക്കലും, ഒരു ഞാവൽപ്പഴത്തിനൊരിക്കലും ഒരു ആനയുടെ വലിപ്പം കാണില്ല. അത് ചെറിയ ചെറിയ മുന്തിരിങ്ങയേക്കാളും കുറച്ചുകൂടി വലിയ, ഏതാണ്ട് അതേ നിറമുള്ളതായ ഒരു കായയാണ്. അത് എത്ര പഴുത്താലും അതിന് മധുരമൊന്നും വരില്ല. കണ്ടാൽ വളരെ ഭംഗിയുള്ള നിറമൊക്കെ ആണെങ്കിലും ഒരു ചവർപ്പും പുളിയൊക്കെ കൂടി ചേർന്നൊരു സ്വാദാണ് ഞാവൽപ്പഴത്തിനുള്ളത്. പക്ഷെ അത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഴമാണ് താനും. ഈ ഞാവൽപ്പഴം നിറയെ കൊലയായിട്ട് തൂങ്ങി നിൽക്കുന്നതിനെ പറ്റിയിട്ടാണ് കവി പറയണത്. ഓരോ കുലകളും, അതിലപ്പോൾ ധാരാളം ഞാവൽപ്പഴങ്ങളുണ്ടാവും. അതൊക്കെ കൂടിച്ചേർന്ന് നിൽക്കുന്ന വലിയൊരു കുല. അത് കണ്ടാൽ എന്തുപോലെയാണ് തോന്നുക? അതിൻ്റെ ഒരു വലിപ്പം കണ്ടാൽ ഒരു ആനയോളം ഉണ്ടായിട്ടൊന്നും ആവില്ല. പക്ഷേ നമ്മൾ ഏറ്റവും വലുതെന്ന് പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആനയോളം എന്ന്. ആ ജംബൂ വൃക്ഷത്തിനെ നോക്കൂ, അതിൽ നിറയെ ഞാവൽ പഴക്കുലകൾ നിൽക്കുന്നുണ്ട്. ഓരോ കുലകളെയും കണ്ടാൽ ഓരോ ആനയോളം വലിപ്പമുണ്ട്. ചിലപ്പോൾ അത്രയ്ക്ക് വലിപ്പം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ ആകാശമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റണത്. അത്രയ്ക്കും വലിയ ഞാവൽ പഴക്കുലകൾ. അതാണ് ഗജപ്രമാണൈഹി ഫലൈഹി. അത്രയ്ക്കും നിറയെ തിങ്ങി നിറഞ്ഞ ഒരു ആനയോളം വലിപ്പത്തിലുള്ളതായ കുലകളെ കൊണ്ട് സമാവർജിത തുംഗശാഖാം. തുംഗശാഖകൾ, ഈ പഴങ്ങളുണ്ടായി നിൽക്കുന്നത് ഓരോ കൊമ്പിൻ്റെയും അറ്റത്താണ്. ആ കൊമ്പുകളൊക്കെ എന്തായി മാറിയിരിക്കുന്നു? ഈ പഴങ്ങളുടെ കനം കാരണം താഴത്തേക്ക് തൂങ്ങി നിൽക്കുകയാണ്. അതാണ് സമാവർജിതം. വളഞ്ഞു നിൽക്കുന്നതായ തുംഗശാഖകളോട് കൂടിയ, അതിൻ്റെ അറ്റങ്ങൾ, ശാഖകളുടെ അഗ്രഭാഗങ്ങൾ പഴക്കുലകളുടെ ഭാരം കാരണം താഴ്ന്നു നിൽക്കുന്നു. അതാണ് സമാവർജിത തുംഗശാഖാം ഇമാം ജംബൂം പശ്യ. അങ്ങനെയുള്ള ഈ ജംബൂ വൃക്ഷത്തിനെ ഒന്ന് കാണൂ. താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു ഞാവൽ വൃക്ഷം കാണുന്നില്ലേ? അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് എന്ന് ഭഗവാൻ പറയാണ്. സർവോലോക അമും അഖണ്ഡം ദ്വീപം അസ്യാഹ നാംനൈവ വിശിനഷ്ടി കില. സർവോലോക, താഴെ ഭൂമിയിലുള്ള എല്ലാവരും തന്നെ, ജനങ്ങളെല്ലാവരും തന്നെ, അമും അഖണ്ഡം ദ്വീപം, ആ
പരിപൂർണമായിട്ടുള്ള ആ ഒരു ദ്വീപിനെ, പൂർണ്ണതയാ ദ്വീപിൻ്റെ രൂപത്തിൽ നാല് പുറത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ആ പ്രദേശത്തിനെ എന്താ വിളിക്കുന്നത്? അസ്യാഹ നാംനൈവ, അസ്യാഹ ജംബുവാഹ, ആ ജംബൂ വൃക്ഷത്തിൻ്റെ പേരിൽ തന്നെ ആ ദ്വീപും അറിയപ്പെടുന്നു. ആ ദ്വീപിനെ ജനങ്ങളൊക്കെ വിളിക്കുന്നത് എന്താണ്? ജംബുദ്വീപം എന്നാണ്. അപ്പോൾ ആ ദ്വീപിന് ജംബുദ്വീപം എന്ന് പേര് വരാൻ കാരണം ഇത്ര വലിയൊരു ഞാവൽ വൃക്ഷം, ഒരു ജംബൂ വൃക്ഷം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അതിൽ നിറയെ ഞാവൽ പഴക്കുലകൾ, ജംബു നിറയെ നിൽക്കുന്നുണ്ട്, മൂത്ത് പഴുത്ത് നിൽക്കുന്ന പഴങ്ങളുണ്ട്. അതിന് വലിയ വലിപ്പമുണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല വലിപ്പമുള്ള കുലകളായതുകൊണ്ട് ഒരാനയോളുണ്ട് എന്നൊക്കെ അതിശയോക്തി കലർത്തി പറയാണ്. അങ്ങനെ വലുതായ പഴക്കുലകളോടുകൂടിയ, ഞാവൽ പഴക്കുലകളോടുകൂടി നിൽക്കുന്നതായ ആ ജംബൂ വൃക്ഷത്തിൻ്റെ പേരിലാണ് ആ ദ്വീപ് തന്നെ അറിയപ്പെടുന്നത്. ജംബുദ്വീപം, ശാൽമലം, അതുപോലെ കുശം, പ്ലാക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ദ്വീപുകളുണ്ട്. അതിൽ ജംബുദ്വീപത്തിന് ആ പേര് വന്നത് ഈ വലിയ ജംബൂ വൃക്ഷം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന്, ജംബു മരം, ഞാവൽ മരം നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് ഭഗവാൻ സത്യഭാമയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് 37ാമത്തെ ശ്ലോകം കൂടി നോക്കാം. നേതുക്ഷണാദൗഷധിമേഷമർഗോ ഗത്യാഗതീശം സതിവായുസൂനോ തദ്വേഗഭഗ്നൈർവിഷമോദ്രിശൃംഗൈഃ ഉദങ്മുഖൈരേഭിരവാങ്മുഖൈശ്ച. നിറച്ച കടുപ്പുള്ള അക്ഷരങ്ങളോട് കൂടിയ ഒരു ശ്ലോകമാണ്. നമുക്ക് ആദ്യം പദച്ഛേദം പറഞ്ഞിട്ട് അർത്ഥത്തിലേക്ക് കിടക്കാം. നേതു ക്ഷണാദ് ഔഷധിം ഏഷ മാർഗ ഗത്യാഗതി ശംസതി വായുസൂനോഃ തദ്വേഗഭഗ്നൈഃ വിഷമ അദ്രിശൃംഗൈഃ ഉദങ്മുഖൈഃ ഏഭി അവാങ്മുഖൈഃ ച. അവസാനത്തെ 2 വരിയിൽ, 3ാമത്തെയും 4ാമത്തെയും വരിയിൽ നിറയെ പദച്ഛേദങ്ങൾ പറയാനുണ്ട്. എന്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണതെന്ന് വെച്ചാൽ, വലിയ വലിയ കൊടുമുടികൾ, പർവ്വതങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ആ പർവ്വതങ്ങളുടെ ഇടയിൽ കൂടെ ഒരാൾ സഞ്ചരിക്കുകയുണ്ടായി ഔഷധി കൊണ്ടുവരാൻ, ഹനുമാൻ. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ, ആ കഥയെ പറ്റിയിട്ടാണ് പറയണത്. തദ്വേഗഭുഗ്നൈഃ ഉദങ്മുഖൈഃ അവാങ്മുഖൈഃ ഏഭി അദ്രിശൃംഗൈഃ. ഇവിടെ തദ് എന്ന് പറഞ്ഞതുകൊണ്ട് ഹനുമാനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹനുമാൻ്റെ വേഗത കൊണ്ട്, തദ്വേഗഭുഗ്നൈഃ തസ്യ ഹനുമത, ആ ഹനുമാൻ്റെ. അപ്പോൾ ആ കഥയൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും. രാമായണത്തിൽ രാവണനോട് ഏറ്റുമുട്ടുന്ന, രാവണനോടും അല്ലെങ്കിൽ രാവണൻ്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്തിനോട് ഏറ്റുമുട്ടുന്നവനായ ലക്ഷ്മണൻ, അതോടൊപ്പം തന്നെ ശ്രീരാമനും, അവർ രണ്ടുപേരും ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രപ്രയോഗങ്ങളെ കൊണ്ട് ബോധരഹിതരായി നിലത്ത് വീഴുന്നു. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹനുമാൻ ഔഷധി അന്വേഷിച്ചു പോണു. അങ്ങനെ ഔഷധി കൊണ്ടുവരാൻ വളരെ വേഗത്തിൽ പോയ ഹനുമാൻ്റെ വേഗതയെപ്പറ്റി അറിയുന്നവരാണ് ഈ പർവ്വതങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ഹനുമാൻ്റെ വേഗത കൊണ്ട് എന്താ സംഭവിച്ചത്? തദ്വേഗഭുഗ്നൈഃ, വളരെ വേഗത്തിൽ പോയിട്ട് മരുന്നെടുത്തുകൊണ്ട് വരണമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് തിരിച്ചു വരണത്. തിരിച്ചു വരുമ്പോൾ കയ്യിൽ ആ മലയും ഉണ്ട്, മരുത്വാൻ മല. മലയിലൊന്നും തിരഞ്ഞിട്ടൊന്നും കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ വേഗം തന്നെ ആ മലയും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ പോവുകയും വരികയും ചെയ്ത ഹനുമാൻ്റെ വേഗത കൊണ്ട് എന്താ സംഭവിച്ചത്? ഹനുമത വേഗേന, ആ വേഗം കൊണ്ട് ഭഗ്നൈഃ പൊടിഞ്ഞു പോയതായ, ഈ വലിയൊരു പർവ്വതം കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഹനുമാൻ തന്നെ ഒരു പർവ്വതത്തിനോളുണ്ട്. അത്രയ്ക്ക് വേഗത്തിൽ, ഇത്ര ബലശാലിയും വളരെ വലിപ്പമുള്ള ശരീരത്തോടു കൂടിയവനുമായ ഹനുമാൻ പോകുമ്പോൾ കയ്യും കാലും എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചിട്ട് പർവ്വതത്തിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അതാണ് പറയണത്. ഉദങ്മുഖൈഃ അവാങ്മുഖൈഃ ഏഭി അദ്രിശൃംഗൈഃ. ഉദങ്മുഖങ്ങൾ, ഉദങ്മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന, മുകളിലേക്ക് ഉയർന്ന് പൊങ്ങി നിൽക്കുന്നതായ കൊടുമുടികളോടുകൂടിയ പർവ്വതങ്ങൾ, അതാണ് ഉദങ്മുഖൈഃ. അതുപോലെ അവാങ്മുഖൈഃ, എന്നാൽ അത്ര ഉയർന്നു നിൽക്കാത്ത മറ്റു ചില പർവ്വതനിരകൾ. ചില പർവ്വതങ്ങൾ നല്ലോണം ഉയർന്ന ആകാശത്തെ സ്പർശിക്കുന്ന വിധത്തിൽ നിൽക്കുന്നു, മറ്റു ചിലവ അത്രയ്ക്കില്ലാതെ താഴ്ന്നു നിൽക്കുന്നു. അതാണ് അവാങ്മുഖൈഃ, അത്രയ്ക്ക് ഉയർന്നു നിൽക്കാത്തവയുമായിട്ടുള്ള ഏഭി അദ്രിശൃംഗൈഃ, ഈ കാണുന്നതായിട്ടുള്ള പർവ്വതത്തിൻ്റെ ഈ കൊടുമുടികളോടുകൂടി, ആ കൊടുമുടികളാൽ. വിഷമ ഏഷമാർഗ,
ഹനുമാൻ യാത്ര ചെയ്ത മാർഗം മുഴുവനും വളരെ വിഷമമായിരുന്നു. വിഷമം എന്ന് പറഞ്ഞാൽ സമമല്ലാത്തതെന്നാണ് അർത്ഥം. അതായത് എല്ലാ പർവ്വതങ്ങളും പൊങ്ങിയാൽ നിൽക്കണതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതെ കൂടെ സഞ്ചരിക്കാം. എല്ലാ പർവ്വതങ്ങളും താന്നാണ് നിൽക്കണത് എങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ഉയരത്തിൽ കൂടെ സഞ്ചരിക്കാം. ഇതങ്ങനെയല്ല. ചില പർവ്വതങ്ങൾ താഴ്ന്നു നിൽക്കുന്നു, ചിലത് ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഹനുമാൻ യാത്ര ചെയ്തത്. അതാണ് വിഷമ ഏഷമാർഗ. അതുകൊണ്ട് ആ മാർഗം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നതിനാൽ ക്ഷണാത് വേഗം തന്നെ ഔഷധിം നേതു വായുസൂനോഹം, ഔഷധി കൊണ്ടുവരാൻ പോയവനായ വായുപുത്രനായിട്ടുള്ള ഹനുമാൻ്റെ, രാവണനും രാമനും തമ്മിലുള്ളതായ യുദ്ധമൊക്കെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കവി. അതിനു വേണ്ടിയിട്ടാണ്, ഇവരെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഔഷധി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹിമവത് പാർശ്വങ്ങളിലേക്ക് ഹനുമാൻ വന്നത്. അങ്ങനെ അതിനായിട്ട് വന്നവനായിട്ടുള്ള ഔഷധിം നേതും, മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി വന്നവനായ ഹനുമാൻ്റെ യാത്രയെ പറ്റിയിട്ട് നേതു, അതിന് നേതൃത്വം വഹിച്ചവനായ ഹനുമാൻ്റെ വായുസൂനോഹോ, വായുവിൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാൻ്റെ ഗത്യാഗതി, ഗതിയും ആഗതിയും, അതായത് വരവും പോക്കും, ഹിമാലയ പാർശ്വത്തിലേക്കുള്ള വരവ്, അവിടെ നിന്നുള്ള തിരിച്ചുപോക്ക്, ഇതൊക്കെ ഈ ഉയർന്നു നിൽക്കുന്നതും താഴ്ന്നു നിൽക്കുന്നതുമായിട്ടുള്ള പർവ്വതനിരകൾ നമുക്ക് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്നു എന്നർത്ഥം. അതായത് അപ്പോൾ ഉണ്ടായതായ സംഭവങ്ങൾ, ഹനുമാൻ്റെ പോക്ക് വരവ്, ആ ബന്ധപ്പെട്ടുള്ള യാത്രകൾ, ഈ കയ്യിൽ ഒരു പർവ്വതവും വെച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ മറ്റ് പർവ്വതങ്ങളിൽ തട്ടിയിട്ടും പർവ്വതങ്ങളുടെ ക്ഷീണവും കോട്ടവും ഒക്കെയാണ് അവിടെ വർണ്ണിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന പർവ്വതങ്ങളാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ പർവ്വതനിരകളെയും ഭഗവാൻ സത്യഭാമയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ജംബൂമിമാം പശ്യ ഗജപ്രമാണൈഃ ഫലൈഃ സമാവർജിത തുംഗശാഖാം അമും കില ദ്വീപമഖണ്ഡമസ്യ നാംനൈവ സർവോ വിശിനഷ്ടിലോക നേതുക്ഷണാദൗഷധിമേഷമാർഗോ ഗത്യാഗതീശം സതി വായുസൂനോ തദ്വേഗഭഗ്നൈർവിഷമോദ്രിശൃംഗൈരുദങ്മുഖൈഃ ഏഭിരവാങ്മുഖൈശ്ച. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി സഞ്ചരിക്കുകയാണ് ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടിയിട്ട് ഗരുഡൻ്റെ മുകളിൽ കയറിയിരുന്ന്. ഒരു അത്യപൂർവമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റണത്. നമുക്കും അതെ, സത്യഭാമയ്ക്കും അതെ. ശ്രീകൃഷ്ണനും ആ ഒരു വലിയ സന്തോഷത്തിലാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതിൻ്റെ സന്തോഷത്തിൽ. ഇനിയും തുടർന്നുള്ള ശ്ലോകങ്ങളിലും ഇതൊക്കെ തന്നെയാണ്. ഈ സുന്ദരമായ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.